സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വന്തം ജില്ലയിലെത്തിയപ്പോൾ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് നെടുമങ്ങാട് കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അഭിരാമി ലാൽ. കഴിഞ്ഞ വർഷം കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നപ്പോഴും 2 ഇനങ്ങളിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിരുന്നു അഭിരാമി. പക്ഷെ ഇത്തവണ പൂർണ്ണമായും മോഹിനിയാട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അഭിരാമി കലോത്സവത്തിന് എത്തിയിട്ടുള്ളത്. എന്തായാലും സ്വന്തം നാട്ടിലെ കലോത്സവ വിശേഷങ്ങളുമായി അഭിരാമി കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തെത്തുമ്പോൾ സ്വന്തം നാട്ടുകാർക്ക് മുൻപിൽ പ്രകടനം നടത്താൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് നെടുമങ്ങാടുകാരിയായിട്ടുള്ള അഭിരാമി ലാൽ. അഭിരാമിയെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2 ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ അഭിരാമിയുണ്ട്, അമ്മയുണ്ട്. ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം അവർ ചേരുകയാണ്. എങ്ങനെയാണ് അഭിരാമി, സ്വന്തം നാട്ടിലാണ്, കഴിഞ്ഞ വർഷം കൊല്ലത്തായിരുന്നു, ഇത്തവണ സ്വന്തം നാട്ടുകാർക്ക് മുൻപിലാണ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയത്. എങ്ങനെയായിരുന്നു ഈ പെർഫോമൻസ്, ഈ ഒരു അവസരം? ഇവിടെ വരാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. നന്നായി സ്റ്റേജ് പെർഫോം ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയ സ്റ്റേജ് കളിക്കാൻ കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മ ആരോഗ്യ വകുപ്പിലാണ് അല്ലേ? ആരോഗ്യ വകുപ്പിൽ ജീവനക്കാരിയാണ് അമ്മ. അതായത് അഭിരാമി കഴിഞ്ഞ വർഷം നേട്ടം ഉണ്ടായിരുന്നു, അന്ന് കലാമണ്ഡലം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു, മകളെ നർത്തകി. ആ സ്വപ്നം തന്നെയാണോ ഇപ്പോഴുള്ളത്? ആണ്. ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനാണ് മോൾക്ക് താല്പര്യം. ചെറുതിലേ അവൾക്ക് ഡാൻസിലോട്ട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ 3.5 വയസ്സ് മുതൽ ഞങ്ങൾ ഡാൻസിലോട്ട് അവളെ ആക്കി ഇതുവരെ കൊണ്ടെത്തിച്ചു. അത് ഇനി അങ്ങോട്ട് തുടർന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അവർക്കത് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. മോളെ ഒരു തലത്തിൽ കൊണ്ട് എത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്. അഭിരാമി, പിന്നെ കഴിഞ്ഞ വർഷം 2 ഇനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്, മോഹിനിയാട്ടവും കേരള നടനവും. ഇത്തവണ 2 ഇനങ്ങൾ തന്നെയാണോ? എങ്ങനെയാണ്? ഇത്തവണ മോഹിനിയാട്ടം മാത്രമാണുള്ളത്. സബ് ജില്ല വരെ വന്നതായിരുന്നു ഭരതനാട്യം കേരള നടനം. അവിടുന്ന് അപ്പീൽ കിട്ടിയില്ലായിരുന്നു. രണ്ടാം സ്ഥാനമായിരുന്നു. അവിടുന്ന് അപ്പീൽ കിട്ടിയില്ലായിരുന്നു. ഇപ്പം ജില്ലയിൽ നിന്ന് അപ്പീലെടുത്താണ് മോഹിനിയാട്ടം വന്നിട്ടുള്ളത്. ഒരു മത്സരത്തിൽ മാത്രമാകുമ്പോൾ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മത്സരത്തിലപ്പം നമുക്ക് എല്ലാ കോൺസെൻട്രേഷനും അതിൽ തന്നെ കൊടുത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ എത്രയായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിനോട്. ഭരതനാട്യം ആയാലും എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കും. ഈ അഭിരാമി നേരത്തെ പാട്ട് പഠിച്ച ഒരാളാണ് ചെറുപ്പത്തിൽ. ഇപ്പോഴും പാട്ട് പാടാറുണ്ടോ? എങ്ങനെയാ? ഇപ്പം പാട്ട് പഠിക്കാറില്ല, കുഞ്ഞിലെ പഠിച്ചിട്ടുള്ളതാണ്. ഡാൻസ് കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസാണ് തുടർന്നുകൊണ്ട് പോയത്. പാട്ട് നിർത്തി. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി ഏതാ പാടാൻ പറ്റുക?